20 വർഷത്തിലധികമായി പരിചയമുള്ള ആളാണ് ബാംഗ്ലൂരിലെ ശ്രീറാംപുര നിവാസികൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി. ചെറുപ്പത്തിൽ ബാംഗ്ലൂരിലെ ശ്രീറാംപുര ക്ഷേത്രത്തിൽ എത്തിയതു മുതൽ കാണുന്ന മുഖം. ആ പോറ്റിയുടെ ഇങ്ങനെയൊരു മുഖം അവിടത്തുകാർക്കൊന്നും പരിചയമല്ല. ഇതൊരു പുതിയ പോറ്റിയാണ് ശ്രീറാംപുര നിവാസികൾക്ക്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഒന്നാം പ്രതി ആയ വാർത്തകളൊക്കെ അത്ഭുതത്തോടെ മാത്രമാണ് അവർ കേൾക്കുന്നത്. പോറ്റിയുടെ സ്വർണ്ണ ഭൂമി ഇടപാടുകളെക്കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ശ്രീറാംപുര നിവാസികൾക്ക് ഞെട്ടലാണ് ഉണ്ടാക്കിയത്. തങ്ങൾക്ക് പരിചയമുള്ള പോറ്റി ഇത്രയും വലിയ തട്ടിപ്പുകൾ നടത്തുമോ എന്നൊക്കെയാണ് അവരുടെ സംശയം. 2004 വരെ ശ്രീറാംപുര ക്ഷേത്രത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഇടയ്ക്കാണ് പോറ്റിയുടെ ആദ്യ ഭാര്യ മരിക്കുന്നത്. അസ്വാഭാവിക മരണമായിരുന്നു. ഇതിന് പിന്നാലെ ശ്രീറാംപുര ക്ഷേത്രത്തിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. ഭാര്യയുടെ മരണത്തിനു പിന്നാലെ ആദ്യം താമസിച്ചിരുന്ന വീടിന് എതിർവശത്തെ കോത്താരി മാൻഷൻ അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിലേക്ക് പോറ്റി താമസം മാറി. ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും അന്വേഷണം നടത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ശ്രീറാംപുര ക്ഷേത്രത്തിൽ നിന്ന് പുറത്തായ പോറ്റി പിന്നീട് ബാംഗ്ലൂരിൽ എത്തുമ്പോൾ ഒരു പുതിയ മേൽവിലാസം ഉണ്ടായിരുന്നു. ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മി എന്ന മേൽവിലാസം. ഇതോടെ ശബരിമലയിലെ പരികർമ്മി എന്ന വിലാസത്തിലായിരുന്നു ശ്രീറാംപുര നിവാസികൾക്കിടയിൽ പോറ്റി അറിയപ്പെട്ടിരുന്നത്. ഈ സമയത്താണ് 2019 മാർച്ചിൽ ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ വാതിൽ സ്വർണം പൂശി സമർപ്പിച്ചത്. ഇതിനുശേഷം രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു. ശ്രീറാംപുര നിവാസികൾക്ക് അറിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ശാന്ത സ്വഭാവക്കാരനും സരസമായി സംസാരിക്കുന്ന ആളുമായിരുന്നു. എല്ലാവരോടും നന്നായി പെരുമാറിയിരുന്ന പോറ്റിയെക്കുറിച്ച് ആർക്കും സംശയമില്ല. അന്നും പലിശയ്ക്ക് പണം കൊടുക്കുന്ന ശീലം പോറ്റിക്കുണ്ടായിരുന്നു. പക്ഷേ വൻകിട പലിശ ഇടപാടുകൾ നടത്തുമ്പോഴും പരിചയക്കാരിൽ നിന്ന് ചെറുതുകകൾ കടം വാങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നു പോറ്റിയെന്ന് ഇന്നാട്ടുകാർ ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും വലിയ തട്ടിപ്പ് നടത്തി എന്നത് അവർക്കാർക്കും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. സ്വന്തം ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്ന ശബരിമലയിലെ പരികർമ്മിയായിരുന്ന പോറ്റി അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചുവെന്ന വാർത്ത ഇന്നാട്ടുകാർക്കൊന്നും ഉൾക്കൊള്ളാനായിട്ടില്ല. തിരുവനന്തപുരം കിളിമാനൂരിന് സമീപം പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ യഥാർത്ഥ സ്ഥലം. പുളിമാത്ത് ദേവക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ചെറുപ്പകാലം മുതൽക്കേ പിതാവിനൊപ്പം ക്ഷേത്രത്തിൽ പൂജയ്ക്ക് സഹായത്തിനായി അദ്ദേഹം കൂടുമായിരുന്നു. കൂടാതെ സമീപ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പൂജാരിമാരുടെ സഹായിയായും ഉണ്ണികൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിൽ വർഷങ്ങളോളം പൂജാരിയായി പ്രവർത്തിച്ചു. എന്നാൽ ക്ഷേത്രത്തിൽ ചില പ്രശ്നങ്ങളെ തുടർന്ന് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. ബാംഗ്ലൂരിൽ നിന്ന് പേരെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനുശേഷമാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമലയിൽ മുഖ്യ പരികർമ്മി എന്ന നിലയിൽ പ്രവർത്തിച്ചു. ശബരിമല തന്ത്രിമാരുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചു. ശ്രീരാമപുര ക്ഷേത്രത്തിലെ മേൽശാന്തി എന്ന നിലയിലുള്ള തന്റെ ബന്ധങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർത്ഥമായി ഉപയോഗിച്ചു. ശബരിമലയും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭക്തരും തമ്മിലുള്ള പാലമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറി. സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിത്യ സന്ദർശകനായിരുന്നു. ശബരിമലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലും ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന ഒരു മട്ടിലായി കാര്യങ്ങൾ. ശബരിമലയിലെ സ്വാധീനത്തിനിടയിലാണ് പോറ്റി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കൈവച്ചത്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെത്തി പെട്ടെന്ന് ധനികനായി മാറിയതിനു ശേഷമാണ് ശബരിമലയിലെ സ്പോൺസറായി മാറുന്നത്. തിരുവനന്തപുരത്തടക്കം പോറ്റിക്ക് ബിസിനസ് ഇടപാടുകൾ ഉണ്ടെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുമായും അടുത്ത ബന്ധമാണുള്ളത്. ആദ്യകാലത്ത് നാട്ടിൽ CPM അനുഭാവിയായിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കർണാടക ജീവിതം അദ്ദേഹത്തെ BJP ആരാധകനായി മാറ്റിയെന്നും നാട്ടിൽ സംസാരമുണ്ട്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കേരളത്തിന് പുറത്ത് അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. പോറ്റിയുടെ ഭാര്യയും മകനും താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്ന് 176 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് 400 ഗ്രാം സ്വർണ്ണക്കട്ടികളും കണ്ടെത്തിയിട്ടുണ്ട്. ആകെ 576 ഗ്രാം സ്വർണമാണ് ഇതുവരെയുള്ള തെളിവെടുപ്പിൽ കണ്ടെത്തിയത്. പക്ഷേ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണത്തിൽ ഇനിയും ഏറെ കണ്ടെത്താനുണ്ട്. പോറ്റിയുമായി ബാംഗ്ലൂരിലും ബെല്ലാരിയിലും ചെന്നൈയിലുമായി നടത്തിയ തെളിവെടുപ്പിന് ശേഷം അന്വേഷണ സംഘം കേരളത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും മറ്റും നടത്തിയ തെളിവെടുപ്പിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് വൻകിട റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിരുന്നതിന്റെ രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്.
ഇവയെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം തന്നെ നടത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പോറ്റിയുടെ സഹ സ്പോൺസറായ രമേഷ് റാവു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, അനന്തസുബ്രഹ്മണ്യം എന്നിവർക്കൊപ്പം ചേർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പല റിയൽ എസ്റ്റേറ്റ് കൂട്ടുകച്ചവടവും നടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. പോറ്റിയുടെ പല ഇടപാടുകളും സ്വന്തം പേരിലും ഒപ്പം ബിനാമിയുടെ പേരിലുമായിരുന്നു. ഇതിന്റെ രേഖകളും പിടിച്ചെടുത്തവയിൽ പെടുന്നുണ്ട്. അതോടൊപ്പം ബാംഗ്ലൂരിലെ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്നും ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണം തന്നെയാണോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടി വരും. സ്വർണം വിറ്റുവെന്നും ബെല്ലാരിയിലെ സ്വർണ വ്യാപാരിയായ ഗോവർദ്ധനാണ് ആ സ്വർണം വാങ്ങിയത് എന്നും പോറ്റി മൊഴി നൽകിയിരുന്നു. ഇതനുസരിച്ച് ഗോവർദ്ധനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴും സ്വർണം വാങ്ങിയതായി മൊഴി നൽകി. കവർച്ചയുമായി ബന്ധമില്ല എന്നും സ്വർണം കൈമാറുക മാത്രമാണ് ചെയ്തത് എന്നുമൊക്കെയാണ് ഗോവർദ്ധൻ നൽകിയിരിക്കുന്ന മൊഴി. ഒന്നാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായതോടെ ഇനി ശബരിമലയിൽ തെളിവെടുപ്പ് നടത്തിയ ശേഷം രണ്ടാം പ്രതി മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. കണ്ടെടുത്ത സ്വർണമടക്കം അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഉടൻ കോടതിയിൽ ഹാജരാക്കാനാണ് SITയുടെ നീക്കം. ഗൂഢാലോചനയുടെ ചുരുളുകൾ ഇനിയും ഏറെ അഴിയാനുണ്ട്. സ്വർണം പൂശാൻ തീരുമാനമെടുത്തവരും കൊടുത്തു വിട്ടവരുമടക്കം ഉൾപ്പെട്ട ഗൂഢാലോചനയുടെ ചുരുൾ അഴിയണമെങ്കിൽ സ്വർണം വിറ്റുകിട്ടിയ പണത്തിന്റെ പങ്ക് കൈപ്പറ്റിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാക്കണം. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റുള്ളവരെയും ഒറ്റയ്ക്കും ഒന്നിച്ചിരുത്തിയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം.